ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിനെ രോഹിത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യുന്ന ബോസിനെ നല്ല കടുത്ത മറുപടി കൊടുക്കുകയാണ് ശ്രീരഞ്ജനി മാഡം. ഇവിടെ വരുന്ന എല്ലാവരെയും ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ നോട്ടപ്പുള്ളികളായിരുന്നു അവര്. ഇത് കേൾക്കുമ്പോൾ സുസ്മിതയും ബോസും ഒന്ന് ഉള്ളിൽ ഞെട്ടിയിട്ട് പരസ്പരം നോക്കുക. ശ്രീരഞ്ജനി മാഡം പറയും, പഞ്ചപുച്ച അടക്കി എനിക്കൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞു നിന്നാൽ തൽക്കാലം കൂട്ടുപ്രതി ആവാതെ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ഇവനെ രക്ഷപ്പെടുത്തി അടങ്ങുമെന്ന് പറഞ്ഞ് ജീപ്പിന് മുന്നിൽ വട്ടം നിൽക്കാനാണ് പ്ലാനെങ്കിൽ എനിക്കൊരു യൂണിഫോമിന്റെ പവർ കാണിക്കേണ്ടി വരും. എന്ത് വേണമെന്ന് ചന്ദ്രബോസിന് തീരുമാനിക്കാം. ബോസ് ആകെ പേടിക്കും. ഓക്കെ മാഡം, ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ആണല്ലോ. ആ മാഡം. അപ്പൊ മാഡം പറയും, ശരി എങ്കിൽ ഞാനും ഓക്കെ. അപ്പൊ എനിക്ക് ഇവനെ ഇവിടുന്ന് കൊണ്ടുപോവാലോ അല്ലേ? ആ തീർച്ചയായിട്ടും മാഡം. ഇത് കേൾക്കുന്ന ആ രോഹിത് ഞെട്ടിപ്പോവും. സുസ്മിതയും. അങ്ങനെ ശ്രീരഞ്ജി മാഡം പറയും, ഇവനെ പിടിച്ച് കേട്ടിടോ, ഭാവിയിലെ ബിവറേജുകളെ സഹായിക്കേണ്ട ആളാണ്, നടക്ക് എന്ന് പറഞ്ഞ അവരെ രോഹിത്തിനെ അവിടുന്ന് കൊണ്ടുപോവാണേ. രോഹിത് ഇങ്ങനെ ഞെട്ടിലോടെ നിൽക്കുക. ബോസിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ശ്രീരഞ്ജനി മാഡം ഒന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് കാറിൽ കയറി പോവാണേ. എല്ലാവരും പോയി കഴിഞ്ഞാല് ഛേ എന്ന് പറഞ്ഞ് ആ തൊപ്പി വലിച്ചൂരാണ് ചന്ദ്രബോസ്. സുസ്മിത വന്നിട്ട് വയ്ക്കും, ചിറ്റപ്പ ഇതിപ്പോ എങ്ങനെയൊന്ന് അവസാനിപ്പിക്കാ? നീ കേട്ടില്ലടി, ഞാനും അവരുടെ നോട്ടുപുള്ളിയാണെന്ന്. ആ കിഴങ്ങൻ ചെറുക്കനോട് ഞാൻ അന്നേ പറഞ്ഞതാ, ശാലിനി ആ കസേരയിൽ വന്നിരുന്നാലേ പണി പാലും വെള്ളത്തിൽ കിട്ടുന്നു. ഇപ്പൊ കിട്ടിയല്ലോ നല്ല പേശായിട്ട്. സുസ്മിത പറയും, ശാലിനി കളി തുടങ്ങി. ഈ അറസ്റ്റ് നമുക്ക് കൂടിയുള്ള അവളുടെ മുന്നറിയിപ്പാ. ഒരുങ്ങിയിരുന്നോ, അടുത്ത വണ്ടിക്ക് പോവാന്നുള്ള മുന്നറിയിപ്പ്. ചന്ദ്രബോസ് ഛേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് അവര്. ശേഷം പിന്നീട് കാണിക്കുന്നത് നൂർജഹാന്റെ വീട്ടിലേക്ക് ഒരു കാറ് വരെയാണ്. പുതിയൊരു അവതാരം വേറൊരുമല്ല, നസീറിന്റെ ഉമ്മയാണ്. സുബൈർക്ക ചായ ഉണ്ടാക്കുമ്പോ അത് കണ്ടു വന്നിട്ട്, ആഹാ ഇക്കാക്ക, കെട്ടിക്കാൻ പ്രായമായിട്ടുള്ള പെണ്ണുള്ള വീട്ടില് ഇക്കാക്ക തന്നെ ചായ ഇടാണോ, ഇങ്ങതാ എന്ന് പറഞ്ഞ് അത് ഉണ്ടാക്കി കൊടുക്കുക. എവിടെ നൂർജഹാൻ? അവളെ എങ്ങോട്ട് പോയി? അവൾ എവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. നിൽക്കുന്ന നിൽപ്പില് അങ്ങ് മാറിക്കളയും. എവിടേക്ക് പോയാലും ഒരു ചായ ഇട്ട് എന്നിട്ട് പോകാൻ പറഞ്ഞൂടെ? നീ ഒറ്റയ്ക്കാണ് വന്നത്? അല്ല നസീർ ഉണ്ട്. എന്നിട്ട് അവനെവിടെ? അവളെ തപ്പി നടക്കുന്നുണ്ടാവും. അപ്പോഴേക്കും മാമ എന്ന് വിളിച്ച് നസീർ അങ്ങോട്ട് വരിക. നൂർജഹാൻ എവിടെ? ഈ വീട്ടിൽ നിൽക്കാതെ അവളെ എങ്ങോട്ടാ പോകുന്നത്? സുബൈർക്കൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും സുബൈർക്കെ ചോദ്യം ചെയ്യാം. ചിലപ്പോ അവളെ നമ്മുടെ പഴയ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും. അവിടുത്തെ വാടകക്കാരുമായിട്ട് അവള് നല്ല ചങ്ങാത്തത്തിലാ. അവിടെ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റ് ഉണ്ട്. അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. അത് കേൾക്കുമ്പോ തന്നെ നസീറിന് ഇഷ്ടപ്പെടുന്നില്ല. നസീറിന്റെ ഉമ്മയ്ക്കും. അവര് പരസ്പരം നോക്കുക. ആ വീട്ടിലേക്ക് അവളെ വിടരുതെന്ന് മാമോട് എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ. സുബൈർക്ക് പറയും, അവള് പോകുന്നതിന്റെ പിന്നാലെ എനിക്ക് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞ് സുബൈർക്ക് ആ ചായ വാങ്ങിച്ച് അവിടുന്ന് പോകുമ്പോ നസീർ പറയും, ഞാൻ പറഞ്ഞില്ല ഉമ്മ, അവൾ ഏത് സമയം ആ വീട്ടിലാ. അവിടെ വിഷ്ണു എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവനെനിക്ക് കണ്ണെടുത്ത കണ്ടൂടാ. അങ്ങനെയുള്ള വീട്ടിലേക്ക് അവളെ വിടുന്നത് എന്തിനാണെന്ന് എനിക്കറിയണം. അത് കേൾക്കുന്ന നസീറിന്റെ ഉമ്മ പോയിട്ട് സുബൈർക്കയോട് ചോദിക്കണേ, അവൾ എന്തായി കാണിക്കുന്നത്? ഇവന് പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണവള്. അവന് ഇഷ്ടമല്ലാത്തടത്തേക്ക് അവൾ പോകരുതെന്ന് പറഞ്ഞ അവൾ പോകാൻ പാടില്ല. അത് പറഞ്ഞു നിർത്തേണ്ട കടമ ഇക്കാക്കിക്ക. സുബൈദ, ഇനി ഒരു മാസമേ അവൾ ഇങ്ങനെ കളിച്ചും ചിരിച്ചും നടക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവൾ പഠിക്കാനായിട്ട് പോവില്ലേ? ഇപ്പൊ എൻട്രൻസ് കൂടെ കിട്ടിയ സ്ഥിതിക്ക് അവൾക്ക് അഡ്മിഷൻ കിട്ടാനും സാധ്യതയുണ്ട്. ഇത് കേൾക്കുമ്പോ ഉമ്മയും മോനും ഞെട്ടിലോടെ പരസ്പരം നോക്കും. അല്ലക്ക, നൂറിനെ പഠിപ്പിക്കാൻ പോവാണോ? അപ്പൊ ഇവരുടെ കല്യാണം എന്ന് നടത്താന്ന് ഇക്ക പറയണേ. സുബൈർക്ക് പറയും, അവൾക്കിപ്പൊ പഠിക്കണം എന്നല്ലേ പറഞ്ഞത്, പഠിത്തം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി. നസീറയ്ക്കും, ഇതുവരെ മാമ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ, ഈ മനമാറ്റത്തിന്റെ കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. ആ വാടക വീട്ടുകാരെ മാമനെ പറഞ്ഞ് തിരിച്ചതാ. സുബൈർക്ക് പറയും, നസീറെ ഇത് നൂർജഹാന്റെ നിർബന്ധ, ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞതും അവളാ. അതിൽ നസീർ അങ്ങ് ദേഷ്യപ്പെടണേ. ഉമ്മ, മാമ വീണെടുത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുക. ആ വാടക വീട് എന്റെ ഉപ്പുപ്പാന്റെ വീടാ, എനിക്കിവിടെ അവകാശമുള്ള വീട്. അവരെ അവിടുന്ന് മാമ ഒഴിവാക്കോ അതോ ഞാൻ ഒഴിവാക്കണോ? നസീറിന്റെ അമ്മയ്ക്കും, എന്തിനായിക്കാ ഈ പൊല്ലാപ്പൊക്കെ വലിച്ചു തലയിൽ വെക്കണേ? ആ വാടക കിട്ടിയിട്ട് വേണം ഇവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ട്. നമുക്ക് പറ്റുന്നവരല്ലെങ്കിൽ അവരെ ഒഴിവാക്കി വിട്. നസീറും പറയും, നമ്മുടെ കുട്ടികളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. നസീർ ഇക്കയുടെ പെങ്ങടെ മോള് കൂടിയല്ല, മാമയുടെ മോളെ കെട്ടാൻ പോകുന്ന പുയ്യാപ്പിള കൂടിയാ. അപ്പൊ അവൻ പറയണ ഇക്കാക്ക കേൾക്കണം. അവൻ ഇഷ്ടമില്ലാത്തൊന്നും ഇക്കാക്ക് നൂർജഹാനും ചെയ്യാൻ ചെയ്യരുത്. ഇക്കറിയും, അവരോട് വീട് ഒഴിയുന്ന കാര്യമൊക്കെ ഞാൻ സംസാരിക്കാം. അതൊക്കെ ഞാൻ സംസാരിച്ചോണ്ട് നീ ആയിട്ടൊന്നും പറയാൻ പോകരുത്. അങ്ങനെ പോയാൽ എനിക്ക് അതിന്റെ നാണക്കേട്. നസീർ പറയും, എനിക്ക് വാഗൊണ്ട് മര്യാദയുടെ ഭാഷ സംസാരിക്കാൻ അറിയില്ല. ഇനി മാമ പറയുന്നത് കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അത് നല്ല വെടുപ്പായിട്ട് ഞാൻ ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞ നസീർ അവിടുന്ന് ഇറങ്ങിപ്പോയി കാറെടുത്ത് പോവാണേ. അപ്പൊ നസീറിന്റെ അമ്മയ്ക്കും, എന്തിനായിക്കാ നമ്മൾ ഇക്കാര്യത്തിൽ വഴക്കിടണേ? വാടകക്കാരെ ഒഴിവാക്കി അതല്ലേ നല്ലത്. നസീർക്ക് അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ശേഷം പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ട് കുറുപ്പ് സാറ് വരിക. അങ്ങനെ കുറുപ്പ് സാറെ കാണുമ്പോ ശാരദാമ്മ വേഗം കൈയൊക്കെ കഴുകിയൊന്ന് സംസാരിക്കും. ശാന്ത പോയ സ്ഥിതിക്ക് വേറെ ആരെങ്കിലും സഹായത്തിന് വെച്ചൂടെ ശാരദാമ്മേ? ഒരു കൈസഹായത്തിന് ആളുണ്ടായാലേ ജോലി എളുപ്പമാവുക മാത്രല്ല മാനസിക പിരിമുറുക്കവും മാറിക്കിട്ടും. ശാരദാമ്മ പറയും, രാജി വരുന്നതാണ് കുറുപ്പ് സാറെ, ഇന്നെന്തോ പാസ്പോർട്ട് ടൈപ്പ് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു പോയതാ. കുറുപ്പ് സാറ് പറയും, ആരൊക്കെ ഉണ്ടെങ്കിലും ശാന്ത ആവില്ല കേട്ടോ, ശാന്ത റൈറ്റ് ഹാൻഡ് ആയിരുന്നു.
അപ്പൊ ശാരദാമ്മ പറയും ആ റൈറ്റ് ഹാൻഡിനെ നമുക്ക് തിരിച്ചെത്തിക്കാം. പിന്നെ ഊണ് റെഡി ആകുമ്പോ മക്കൾ ആരെങ്കിലും കൈസഹായത്തിന് വരും. കുറുപ്പ് സാറ് പറയും ഞാൻ രണ്ടാൾക്കാരെ കാണാൻ വന്നതാ, വെയിലിന്റെ ചൂട് കാരണം ഇരുന്നിട്ട് പോവാന്ന് കരുതി. അങ്ങനെ ചില വിശേഷങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമ്പോ കുറുപ്പ് സാറ് പറയും ആ ഫുഡ് കോമ്പറ്റീഷന്റെ ആ വിധി ആ ജഡ്ജ്മെന്റ് തെറ്റായിരുന്നു. പാചകത്തെ കുറിച്ച് എട്ടും പൊട്ടും തിരിയാത്ത സത്യാമ്മയ്ക്ക് ഫസ്റ്റ് കിട്ടണമെങ്കിൽ അവിടെ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട്. ആ സംഭവത്തിന് ശേഷം സാബു വർഗീസ് എന്നെ വിളിച്ചിരുന്നു പലവട്ടം, ഞാൻ ഫോൺ എടുത്തില്ല. ശാരദ ഇങ്ങനെ ചിരിക്കും, എന്റെ കുറുപ്പ് സാറ് അതൊക്കെ കഴിഞ്ഞില്ലേ, അതിന്റെ പേരിൽ ഇനി സാബു സാറുമായിട്ടുള്ള സൗഹൃദം എന്തിനു വേണ്ടെന്ന് വെക്കുന്നത്. എനിക്ക് ശാരദാമ്മയിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, അതാണിപ്പോ ഈ ജഡ്ജ്മെന്റിൽ ഇല്ലാതായത്. അപ്പോഴേക്കും സത്യയും പപ്പിയും കൂടെ അങ്ങോട്ട് വരും. ശാരദമ്മയ്ക്കും ഒരുങ്ങി നിക്കാണല്ലോ, എവിടെ പോവാ? സത്യം പറയും അച്ഛൻ പറഞ്ഞത് ഒരുങ്ങി നിക്കാനേ, അമ്മയും റെഡി ആവുന്നുണ്ട്. അപ്പൊ എവിടെയോ കറങ്ങാൻ പോകാനുള്ള പരിപാടിയല്ലേ? പപ്പി പറയും അതെ അതെ, ഞങ്ങൾ വിഷ്ണു അച്ഛനെ വെയിറ്റ് ചെയ്യാം. അപ്പോഴായിരിക്കും അങ്ങോട്ടൊരു ഓട്ടോറിക്ഷ വരുന്നത്. കുറുപ്പ് സാർ വയ്ക്കും ഇതേ ശാരദാമ്മയെ ഒരു പുതിയ ഓട്ടോ, എന്താ പേര്? ഓട്ടോ ശ്രീ എന്നോ? ശാരദാമ്മയും ആരാന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണേ. അപ്പൊ ഉണ്ടാവും അതിന്റെ അകത്തുനിന്ന് വിഷ്ണുവും കമലനും ഒരേ രീതിയിൽ അങ്ങ് ഇറങ്ങി വരുന്നത്. വിഷ്ണുവോ? ആ വിഷ്ണു ആണ് കുറുപ്പ് സാറേ. അപ്പോഴേക്കും അച്ഛാന്ന് വിളിച്ച് സത്യയും പിന്നാലെ പപ്പിയും വരണേ. ശാലിനിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങനെ കുട്ടികൾ വന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കും. ശ്യാമയും വരുന്നുണ്ട്. ശ്യാമയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഞാനെടുത്ത ഓട്ടോയാ. അപ്പൊ സത്യക്കും ശരിക്കും നമ്മുടെ ഓട്ടോയാണോ അച്ഛാ? വിഷ്ണു പറയും മക്കൾക്ക് ഇഷ്ടമായോ? അപ്പൊ കുട്ടികൾ രണ്ടാളും ഇങ്ങനെ ചിരിച്ചോണ്ട് തലയാട്ടും. ശാലിനി പറയും അമ്മേ നമ്മുടെ ഓട്ടോയുടെ പേര് കണ്ടോ അമ്മേ? നന്നായിട്ടുണ്ട്. അപ്പൊ കമലൻ പറയും കുടുംബശ്രീ എന്ന് പറയുന്നത് പോലെ നല്ല ഈസി ആയിട്ട് പറയാം ഓട്ടോശ്രീ. കമലൻ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ വേഗം നാളികേരം എടുത്ത് അതൊക്കെ കത്തിച്ച് വിഷ്ണുവിന്റെ കയ്യിലേക്ക് കൊടുക്കണേ. വിഷ്ണു അത് ശാരദാമ്മയുടെ കൈ കൊടുക്കും. അയ്യോ വേണ്ട മോനെ, അത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചെയ്താൽ മതി. അത് പൂജിക്കുന്നുണ്ട്, പക്ഷേ ശാരദാമ്മയുടെ കൈ കൊണ്ട് ഈ ഓട്ടോ എന്ന് പൂജിച്ച അതിന്റെ ഐശ്വര്യം വേറെ തന്നെയോ? കുറുപ്പ് സാർ പറയും അത് വിഷ്ണു പറഞ്ഞത് ശരിയാണേ, കുടുംബശ്രീ ശാരദാമ്മയുടെ കൈ തൊട്ട അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അന്നത്തിന് മുട്ട വരില്ല. അതിന് ഞാൻ ഉറപ്പുവരാം. അന്നത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ എന്തും ചെയ്യുന്നത്. അപ്പൊ വിഷ്ണുവിന്റെ ഈ തീരുമാനം നല്ലതാണ്. അങ്ങനെ വിഷ്ണു കൊടുക്കുമ്പോൾ ശാരദാമ്മ അത് രണ്ട് കൈ നീട്ടും വാങ്ങിക്കണേ. കമലൻ വേഗം തീപ്പെട്ടിക്ക് കൊടുക്കും, കത്തിച്ചു കൊടുക്കും മോനെ. അപ്പൊ വിഷ്ണു പറയും ആ കടമ നിർവഹിക്കേണ്ടത് മാഷാണ്, എനിക്ക് ലഭിക്കാതെ പോയ ഒന്നാണ് വിദ്യാഭ്യാസം. മാഷിനെ പോലെ ഒരാളെ ഈ ചടങ്ങ് നിർവഹിക്കുമ്പോ അതങ്ങ് മാറിക്കിട്ടും. കുറുപ്പ് സാർ പറയും മോനെ നിന്റെ ഈ നല്ല മനസ്സ് തന്നെയാ നിന്റെ അറിവ്, നല്ലതേ വരൂ എന്ന് പറഞ്ഞ് അത് കത്തിച്ചു കൊടുക്കാണ്. അങ്ങനെ ശാരദാമ്മ ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. വിഷ്ണു ആ സമയം ശാരദാമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണേ. എടാ കമല ഇത് കൊണ്ടുപോയി ഉടക്കി. അപ്പൊ കമലൻ ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി ഉടക്കിയാണേ. അത് കഴിഞ്ഞാല് വിഷ്ണു മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് പറയും മക്കളെ കേറിക്കോ. അപ്പൊ നമ്മൾ അടുത്ത അമ്പലത്തിലേക്കാ പോകുന്നത്. അമ്മ വരുന്നില്ലേ എന്ന് പപ്പി വയ്ക്കുമ്പോ ശ്യാമ പറയും അമ്മ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. ശാരദാമ്മ പറയും നിങ്ങൾ പോയിട്ട് വാ മക്കളെ. അപ്പോഴേക്കും ഞാനും ശ്യാമയും കൂടെ കടയിലെ കാര്യങ്ങളൊക്കെ ഒതുക്കാം. വിഷ്ണു പറയും എന്നാ പിന്നെ പോയിട്ട് വരട്ടെ. ശാലിനിയോട് വയ്ക്കും എന്താ വരുന്നില്ലേ? ശാലിനി ചിരിക്കുമ്പോ കയറ്. അങ്ങനെ ശാലിനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോവാണേ. ശ്യാമയുടെ മുഖത്ത് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. എടാ കമല. കമലൻ പറയും അപ്പൊ ഫാമിലി ആയിട്ട് അടിച്ചു പൊളിച്ചു വാ ആശാനെ. ശാലിനിക്കും അല്ല വിഷ്ണുട്ട അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണ്ട. വിഷ്ണു പറയും ആദ്യം ക്ഷേത്രം, അതിനുശേഷം അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. കേറ് കളക്ടർ. അപ്പോ ശാലിനി കേറുകയാണ്. അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണുവും വണ്ടി എടുത്ത് പോവാ. അവര് പോയി കഴിഞ്ഞാലേ കുറുപ്പ് സാർ പറയും ഇപ്പോഴോ ശാരദാമ്മേ അവരൊരു കുടുംബമായത്. അത് കേൾക്കുമ്പോ ശ്യാമ ഒന്നും പറയാതെ അവിടുന്ന് പോവും. ശാരദാമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. കുറുപ്പ് സാറ് പറയും ഇനി അവരെ കുറിച്ചൊരു അതി ശാരദാമ്മയ്ക്ക് ഉണ്ടാവില്ല, അത് ഉറപ്പാ. ശാരദാമ്മ ഇങ്ങനെ പ്രാർത്ഥനയോടെ നിൽക്കണേ. ശേഷം വിഷ്ണുവും ശാലിനിയും മക്കളൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഓട്ടോയില് പോവാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടൻ ഇങ്ങനെ ഉമ്മർത്തിരിക്കുമ്പോ ബാമ എങ്ങോട്ടോ പോവാനേ ഒരുങ്ങി വരിക. രാഘവേട്ടൻ ഒരുങ്ങിയില്ലേ എന്ന് പറഞ്ഞ് നല്ല ചീത്ത പറയും. എന്റെ ബാമേ എനിക്കൊന്നും വയ്യ. എന്താ രാഘവേട്ട ആ കൊച്ചിപ്പോ വരും, 100 വരുന്നത് നമുക്ക് വേണ്ടിയാണേ, വേഗം പോയി ഒരുങ്ങിയേ. ഈ 10 ലക്ഷം രൂപ ഇവിടെ വെക്കുന്നതിനേക്കാൾ സേഫ് ബാങ്കിൽ ഇടുന്നതാണ്. അപ്പോഴും രാഘവേട്ടൻ വരാൻ താല്പര്യപ്പെടുന്നില്ല. ഭാമ പറയുന്നുണ്ട് നിന്ന് നിപ്പിനെ കാണാതാവുന്ന ആളാണ്, എന്ത് വിശ്വസിച്ച് ഞാൻ ഇവിടെ നിർത്തി പോവാ. അപ്പോഴേക്കും പോവല്ലേ എന്ന് പറഞ്ഞ് 100 അങ്ങോട്ട് വരും. എന്റെ മോളെ ഞാൻ റെഡിയായി, ഈ രാഘവേട്ടൻ റെഡിയാവണ്ടേ? അയ്യോ 100 ദേഷ്യത്തില് എന്താ അച്ഛാ പോണ്ടേ, വേഗം റെഡിയാക്കേ എന്ന് പറയുമ്പോ വേഗം എഴുന്നേറ്റ് പോവാണേ. എന്നാ നിങ്ങൾ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കും, ഞാനിപ്പോ വരാം. പോകുമ്പോ ഭാമ പറയുന്നുണ്ട് ഡ്രസ്സെല്ലാം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വരണേ എന്ന് പറഞ്ഞാണ് ബാമ പറഞ്ഞയക്കുന്നത്. 100 വയ്ക്കും അല്ല നമ്മളെങ്ങനെ പോകും, നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയ ഓട്ടോ കിട്ടില്ലേ? അതൊക്കെ കിട്ടും, പക്ഷെ അതുവരെ നടക്കണ്ടേ. എങ്കിൽ പിന്നെ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അല്ല പൈസ എടുത്തായിരുന്നോ? ബാമ പറയും അതൊക്കെ എപ്പോഴേ എടുത്തോ, എങ്കിൽ പിന്നെ ഞാൻ വിളിച്ചിട്ട് വരാം. അപ്പൊ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി നിന്നാ മതി. അങ്ങനെ 100 ഓട്ടോ വിളിക്കാനായിട്ട് പോവാണ്. ബാമയെ രാഘവേട്ടൻ വിളിക്കുമ്പോ ബാമ അകത്തേക്ക് പോവും. അങ്ങനെ നൂർജാൻ അവിടുന്ന് പോകുന്ന സമയത്ത് ഒരു മങ്കി ക്യാപ്പ് അണിഞ്ഞ 2 ആൾക്കാര് അങ്ങോട്ട് വരുന്നുണ്ട്. അവര് വണ്ടി നിർത്തി നൂർജഹാൻ എങ്ങനെ നോക്കുമ്പോ നൂർജഹാനും അവരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. ശേഷം അവിടുന്ന് കേട്ടെതിട്ട് പിന്നീട് കാണിക്കുന്നത് ശാലിനിയും വിഷ്ണുവും മക്കളും
അവിടെ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കാനേ പൂജിക്കാനായിട്ട് ഓട്ടോശ്രീയുടെ പേരെഴുതി രശീദ് തിരുമേനി ഏൽപ്പിക്കും. നല്ല പേര്, ഈ പേര് തന്നെയല്ലേ പൂജിക്കേണ്ടത്? വിഷ്ണു പറയും അതിനുവേണ്ടി ആ പേര് എഴുതിച്ചത്. അങ്ങനെ അവരിവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും നൂർജഹാൻ നേരത്തെ കണ്ട രണ്ടാൾക്കാര് ബാമയുടെ വീട്ടിലേക്ക് വരുന്നത്. അവര് നേരെ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. വിഷ്ണു ശാലിനിയും പൂജയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയം അവര് നല്ല സന്തോഷത്തിലാ. ഇനി ബാമയുടെ വീട്ടിലേക്ക് വന്നത് പൈസ മോഷ്ടിക്കാനുള്ള കള്ളന്മാരാണോന്ന് അറിയില്ല. എന്തായാലും അവിടുത്തെ ബഹളം നടക്കുമ്പോ ഒരുപക്ഷെ വിഷ്ണു ശാലിനി ആയിരിക്കും വരുന്നത്. എന്തായാലും രക്ഷകനായിട്ടായിരിക്കും വിഷ്ണു എത്താൻ പോകുന്നത്. ആ പൈസ അങ്ങനെയൊന്നും പോവില്ലെന്ന് വിശ്വസിക്കാം. അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്